അടുത്തതായിട്ട് റിഗ്രഷൻ അനാലിസിസ് 2 സെക്കൻഡ് മെത്തേഡിൽ നമ്മളിവിടെ യൂസ് ചെയ്യുന്നത് രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ രണ്ട് റിഗ്രഷൻ കോഎഫിഷ്യൻസ് ഉണ്ടായിരിക്കും. ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻ റിഗ്രഷൻ ഇക്വേഷൻസ് ബേസ് ചെയ്തിട്ട് ഒരു അൺനോൺ വേരിയബിൾ കണ്ടുപിടിക്കാൻ, അല്ലെങ്കിൽ റിഗ്രഷൻ കോഎഫിഷ്യൻസ് യൂസ് ചെയ്തിട്ട് ഒരു അൺനോൺ വേരിയബിൾ കണ്ടുപിടിക്കാനാണ് പറഞ്ഞെങ്കിൽ നമുക്ക് ഈ ഒരു മെത്തേഡ് യൂസ് ചെയ്താൽ മതി. ഇവിടെ നമുക്ക് രണ്ട് റിഗ്രഷൻ ഇക്വേഷൻസ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ രണ്ട് റിഗ്രഷൻ കോഎഫിഷ്യൻസ് ഉണ്ടായിരിക്കും. ആദ്യത്തെ റിഗ്രഷൻ ഇക്വേഷൻ എന്ന് പറയുന്നത് റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് എക്സ് ഓൺ വൈ. അത് കണ്ടുപിടിക്കുന്നത് എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ബി എക്സ് വൈ വൈ മൈനസ് വൈ ബാർ. ഈ ബി എക്സ് വൈ എന്ന് പറയുന്നത് റിഗ്രഷൻ കോഎഫിഷ്യൻ നമ്പർ 1. ബി എക്സ് വൈയുടെ ഫോർമുല വരുന്നത് n ഇൻറ്റു n എന്ന് പറയുന്ന നമ്പർ ഓഫ് വേരിയബിൾസ് സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ n സിഗ്മ വൈ സ്ക്വയർ മൈനസ് സിഗ്മ വൈ ദ ഹോൾ സ്ക്വയർ. അതുപോലെ തന്നെ റിഗ്രഷൻ ഇക്വേഷൻ ഓഫ് വൈ ഓൺ എക്സ് വരുന്നത് വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് എക്സ് മൈനസ് എക്സ് ബാർ. ബി വൈ എക്സ് എന്ന് പറയുന്നത് റിഗ്രഷൻ കോഎഫിഷ്യൻ 2 ആണ്. അതിൻ്റെ ഇക്വേഷൻ വരുന്നത് n സിഗ്മ എക്സ് വൈ മൈനസ് സിഗ്മ എക്സ് ഇൻറ്റു സിഗ്മ വൈ ഡിവൈഡഡ് ബൈ n സിഗ്മ എക്സ് സ്ക്വയർ മൈനസ് സിഗ്മ എക്സ് ദ ഹോൾ സ്ക്വയർ. ഒരു എക്സാമ്പിൾ വെച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് ഇങ്ങനെ ഒരു എക്സും വൈയുടെയും ടേബിൾ നമുക്ക് തന്നിട്ടുണ്ടായിരിക്കും. അതിൽ നിന്നും റിഗ്രഷൻ ഇക്വേഷൻസ് ഫൈൻഡ് ദ 2 റിഗ്രഷൻ ഇക്വേഷൻസ് ആൻഡ് റിഗ്രഷൻ കോഎഫിഷ്യൻസ് തന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കാം. അല്ലെങ്കിൽ ഫൈൻഡ് ദ വാല്യൂ ഓഫ് വൈ വെൻ എക്സ് ഈസ് 7. ഇവിടെ 7 തന്നിട്ട് വൈയുടെ വാല്യൂ എത്രയാണ് എന്ന് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആയിരിക്കും. അല്ലെങ്കിൽ ഇതിൽ തരാത്ത ഒരു വാല്യൂയുടെ കറസ്പോണ്ടിങ് ആയിട്ടുള്ള വേറൊരു വേരിയബിൾ എന്താണെന്ന് കണ്ടുപിടിക്കാനുള്ള ഒരു മെത്തേഡാണ് റിഗ്രഷൻ അനാലിസിസിൽ വരുന്നത്. നമ്മൾ ആ എക്സ് വൈ ടേബിൾ എടുത്തെഴുതി, എക്സും വൈ നമുക്ക് തന്നിട്ടുണ്ടായിരുന്നു. അതിൻ്റെ എക്സിൻ്റെ സ്ക്വയർ കണ്ടുപിടിച്ചു, വൈയുടെ സ്ക്വയർ കണ്ടുപിടിച്ചു, എക്സ് വൈ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്തു, അതിൻ്റെ സമ്മേഷൻസ് നമ്മൾ എഴുതിയെടുത്തു. ഇതാണ് നമ്മുടെ മെയിൻ സ്റ്റെപ്പ്. അതിനുശേഷം നമ്മൾ ഡയറക്റ്റ്ലി ഇക്വേഷനിലേക്ക് ഇൻപുട്ട് കൊടുക്കുകയാണ്. അതിനാദ്യം നമുക്ക് വേണ്ടത് എക്സ് ബാർ കണ്ടുപിടിക്കണം. സിഗ്മ എക്സ് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ഐറ്റംസ് 20 ഡിവൈഡ് ബൈ 5 4 ആണ്. വൈ ബാറും അതുപോലെ തന്നെ നമുക്ക് കിട്ടും. അതിനുശേഷം നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ കണ്ടുപിടിക്കാൻ എക്സ് മൈനസ് എക്സ് ബാർ ഈക്വൽ ടു ബി എക്സ് വൈ ഇൻറ്റു വൈ മൈനസ് വൈ ബാർ. അതിൽ ബി എക്സ് വൈ നമുക്ക് കണ്ടുപിടിക്കണം, റിഗ്രഷൻ കോഎഫിഷ്യൻ കണ്ടുപിടിക്കണം. വാല്യൂസ് ഇൻപുട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞ ശേഷം നമുക്ക് 0.56 എന്നുള്ളത് വാല്യൂ കിട്ടും. അതിനുശേഷം എക്സ് മൈനസ് എക്സ് ബാറിന് അവിടെ 4 കൊടുക്കുക, ബി എക്സ് വൈന് പകരം 0.56 കൊടുക്കുക, വൈ ബാറിന് പകരം 5.8. ഇത് നമുക്ക് റിഗ്രഷൻ ഇക്വേഷൻ എക്സ് ഓൺ വൈ നമുക്ക് കിട്ടി. അതിനുശേഷം നമ്മൾ റിഗ്രഷൻ ഇക്വേഷൻ വൈ ഓൺ എക്സ് കണ്ടുപിടിക്കുകയാണ്. ഇവിടെ എന്ന് പറഞ്ഞാൽ വൈ മൈനസ് വൈ ബാർ ഈക്വൽ ടു ബി വൈ എക്സ് ഇൻറ്റു എക്സ് മൈനസ് എക്സ് ബാർ. ബി വൈ എക്സ് റിഗ്രഷൻ കോഎഫിഷ്യൻ്റെ ഇക്വേഷനും നമുക്കറിയാം. ഇതിൻ്റെ വാല്യൂസ് ഇൻപുട്ട് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിഗ്രഷൻ കോഎഫിഷ്യൻറ്റ് ബി വൈ എക്സ് കിട്ടും. അതിനുശേഷം റിഗ്രഷൻ ഇക്വേഷനിലേക്ക് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കുക. വൈ മൈനസ് വൈ ബാറിന് പകരം 5.8 ഈക്വൽ ടു 1.5 എക്സ് മൈനസ് 4. നമ്മൾ തന്നിരുന്ന ക്വസ്റ്റ്യനിൽ വൈ കണ്ടുപിടിക്കണം വെൻ എച്ച് ഇസ് ഗിവൺ. അപ്പോൾ ഈ ഇക്വേഷൻ തന്നെ നമുക്ക് യൂട്ടിലൈസ് ചെയ്താൽ മതി. വൈ മൈനസ് 5.8 ഈക്വൽ ടു 1.5, എക്സിൻ്റെ അവിടെ 7 എന്ന് കൊടുക്കുക, 7 മൈനസ് 4, വൈയുടെ വാല്യൂ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഇതാണ് റിഗ്രഷൻ ഇക്വേഷൻ, റിഗ്രഷൻ കോഎഫിഷ്യൻ. ഇത് രണ്ടും യൂട്ടിലൈസ് ചെയ്തിട്ട് റിഗ്രഷൻ അനാലിസിസ് ചെയ്യുന്നത്.